ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. മിക്കവാറും ആനുകാലിക സംഭവങ്ങളെ ബേസ് ചെയ്ത് ഇപ്പോൾ നിങ്ങളോട് വീഡിയോയിൽ കൂടെ സംസാരിക്കാറുണ്ട്. അതുപോലെ ഒരു ആനുകാലിക വിഷയം തന്നെയാണ് ഇപ്പോൾ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി, ചാർലി തോമസ് എന്ന ഗോവിന്ദച്ചാമിയുടെ കഥ. അപ്പോൾ ഈ സംഭവം നമുക്കെല്ലാവരും അറിയുന്നത് പോലെ, കേരളീയർക്ക് മിക്കവാറും അറിയുന്നത് പോലെ, ഈ സംഭവം നടന്നത് മുതൽ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ജയിൽവാസവും പിന്നീട് ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കുവാനായി പ്രശസ്തരായ വക്കീലൊക്കെ വന്നതും ഇദ്ദേഹത്തിന് ജീവപര്യന്തം തടവാക്കി വധശിക്ഷ മാറ്റിയതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിലൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇദ്ദേഹത്തിന് രാഷ്ട്രീയമായോ അല്ലെങ്കിൽ പൊതുവെ ഒരു പിടിപാട് ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഈ ഗോവിന്ദച്ചാമി. അതുപോലുള്ള ധാരാളം ക്രിമിനലുകളെ നമുക്കറിയാം. പക്ഷേ ഇദ്ദേഹം കേവലം ഒരു തെണ്ടി നടക്കുന്ന ട്രെയിനുകളിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കാണുന്നു. പിന്നീട് ഒരു കൈയില്ലാത്ത ഇദ്ദേഹം ക്രിമിനലായി മാറുന്നത് സൗമ്യ എന്ന ഒരു യുവതിയെ ട്രെയിനിൽ വെച്ച് കണ്ട് ട്രെയിനിൻ്റെ ബോഗിയിൽ നിന്ന് തള്ളിയിടുകയും അവിടുന്ന് അദ്ദേഹവും ബോഗിയിൽ നിന്ന് ചാടിയിട്ട് അവളെ വിജനമായ സ്ഥലത്ത് വെച്ച് ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ചെയ്തു എന്നാണ് അയാളുടെ പേരിലുള്ള കേസ്. അപ്പോൾ ഈ കേസിന് വേണ്ടി വാദിക്കാനെത്തിയത് ആളൂർ എന്ന് പറയുന്ന പ്രശസ്തനായ കേരളത്തിലെ വക്കീലായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളൂർ ഒരു ദിവസത്തെ വാദത്തിന് പോകുമ്പോൾ അദ്ദേഹം വാങ്ങിക്കുന്ന ഫീസിനെ കുറിച്ച് ഓർത്താൽ മതി. അപ്പോൾ ഈ പണം എവിടെ നിന്നാണ് ഈ ഗോവിന്ദച്ചാമി അല്ലെങ്കിൽ ചാർലി തോമസ് എന്ന് അറിയപ്പെടുന്ന ഇയാൾക്ക് ലഭിക്കുന്നത്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ യാചകർ എന്ന് പറയുന്നവർ ചെറിയ ആൾക്കാരല്ല. അവരുടെ ബാങ്ക് ബാലൻസ്, അവർക്ക് സ്വന്തമായ അക്കൗണ്ട് കാണും. അത് ചിലപ്പോൾ നടത്തുന്നത് വേറൊരാളായിരിക്കാം, ഇദ്ദേഹം നോമിനി ആയിരിക്കാം ഈ യാചകരൊക്കെ. പക്ഷേ എന്നിരുന്നാലും അവരുടെ പേരിലുള്ള അക്കൗണ്ടിലുള്ള പൈസ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ട് ബാലൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന വസ്തുതയാണ്. കാരണം പല യാചകരുടെയും മരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതിന് അവകാശികളില്ലാതെ ബാങ്കിൽ തന്നെ കിടക്കുന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത് കോടിക്കണക്കിന് രൂപയാണ് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ്. അപ്പോൾ ഈ പൈസ ഇവർക്ക് ലഭിക്കുന്നത് ചെറിയൊരു കാര്യമല്ല. അത് ഓരോ ദിവസവും ഇവർക്ക് ഇങ്ങനെ യാചിച്ച് കിട്ടുന്ന പണം. അപ്പോൾ ഇത് ഓർക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ രസകരമായ ഒരു സംഭവം എൻ്റെ മുംബൈ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബാച്ചിലറായിട്ട് നമ്മൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുംബൈ ജോലി അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഒരു കസിൻ്റെ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ട്, അദ്ദേഹവും ബാച്ചിലറാണ്. അപ്പോൾ ബാച്ചിലർമാരൊക്കെ താമസിക്കുന്ന ഒരു ഫ്ലാറ്റായിട്ട് ഞങ്ങൾ അവിടെ താമസിച്ചുകൊണ്ട് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ആദ്യത്തെ ജോലി ഒരു ട്രാവൽ ഏജൻസിയിൽ ഒരു കൗണ്ടർ സ്റ്റാഫായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന ഒരു പണിയാണ് ആദ്യം കിട്ടിയത്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ജോലിയായിരുന്നു. അപ്പോൾ മുംബൈയൊക്കെ ചുറ്റി നടന്ന് കാണുവാനും നമുക്ക് അവസരമുണ്ട്. മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പണി ചെയ്താൽ അങ്ങനെ ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. 300 രൂപ മാത്രമായിരുന്നു ഒരു ശമ്പളം. അത് 1984 ഓർക്കണം. അപ്പോൾ ഈ 300 രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ ഇന്ന് ഏകദേശം ഒരു പക്ഷേ 5000 രൂപ ഇന്നത്തെ വാല്യൂ കാണും അന്ന്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 300 രൂപ ശമ്പളം മാസം കിട്ടുന്നത് വരെ നമ്മൾ സീസൺ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് ഡെയിലി ജോലി ചെയ്ത് ഈ സീസൺ ടിക്കറ്റ് ഉപയോഗിക്കുന്ന ഇടങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ മുംബൈ ലോക്കൽ ട്രെയിനുകളിൽ സഞ്ചരിച്ച് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് കമ്പനിയുടെ, ഞാൻ വർക്ക് ചെയ്യുന്ന ട്രാവൽ ഏജൻസിയുടെ വിസിറ്റിംഗ് കാർഡും കൊണ്ട് പല ഇൻഡസ്ട്രിയൽ ഏരിയകളിലും പോയി അവിടെയൊക്കെ നമ്മൾ ക്യാൻവാസ് ചെയ്യുക, നമ്മുടെ സർവീസിനെ കുറിച്ച് പറയുക, നമ്മൾ എത്ര ഡിസ്കൗണ്ട് കൊടുക്കുന്നു അതനുസരിച്ച് അവരെ നമ്മുടെ ക്ലയൻസാക്കി മാറ്റുക. ഇതായിരുന്നു എൻ്റെ പണി. അപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം ഈ 300 രൂപ ശമ്പളം കിട്ടിയത് പോക്കറ്റിലിട്ട് ഞാൻ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുന്ന വഴി മുംബൈ ലോക്കൽ ട്രെയിനിൽ മുളുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ കയറുന്നത്. കുർള എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ഇറങ്ങണം. ഒരു 4-5 സ്റ്റേഷൻ അപ്പുറം മാത്രമാണ്. പക്ഷേ അവിടെ വെച്ച്, ഇതിനിടയിൽ വെച്ച് ഈ ലോക്കൽ ട്രെയിനുകളിൽ ധാരാളം പോക്കറ്റടി നടക്കുന്ന സമയമാണ്. ആ സന്ദർഭങ്ങളൊക്കെ, ആ അവസരങ്ങളൊക്കെ, ആ സമയങ്ങളൊക്കെ. അപ്പോൾ അന്നൊക്കെ നമുക്ക് മൊബൈൽ ഫോണില്ല, മറ്റൊന്നുമില്ല. പക്ഷേ പേഴ്സ് പോക്കറ്റടിക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അതുപോലെ പേഴ്സിൽ ഞാൻ കൊണ്ടു നടക്കാതെ പോക്കറ്റടി ഭയന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് പോക്കറ്റിൽ പൈസ, ആദ്യം കിട്ടിയ ശമ്പളവും കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് വരികയാണ് 300 രൂപ പോക്കറ്റിലിട്ടുണ്ട്. അപ്പോൾ ഈ 300 രൂപ പോക്കറ്റിൽ 100 രൂപയുടെ നോട്ടായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുർളയിലെത്തുന്നതിന് മുമ്പേ ഇത് നഷ്ടമായി. അപ്പോൾ അടുത്ത് നിന്ന ഒരു വ്യക്തി, എനിക്ക് നല്ല സംശയമുണ്ട്, അദ്ദേഹം ഒരു തെണ്ടക്കാരനല്ല, എന്നാൽ അദ്ദേഹം ഒരു കള്ളുകുടിയൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട്, ഒരു കുറിയ ഒരു മനുഷ്യൻ. അപ്പോൾ ഞാൻ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി പോക്കറ്റിൽ പൈസ കാണാത്തപ്പോൾ അവിടെ തന്നെ തിരഞ്ഞു. ഇയാൾ ചാടി ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ആ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്തു. ചോദിച്ചപ്പോൾ ഞാൻ ഇയാളെ പിടികൂടി. ഇങ്ങനെ ഷർട്ടിൻ്റെ കുളന്ന് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൈസ ഇങ്ങനെ തരാൻ പറഞ്ഞു. പറഞ്ഞില്ല, നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ഇയാൾ പോക്കറ്റെല്ലാം എടുത്ത് കാണിച്ചു, എൻ്റെ പൈസ ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ അടുത്ത് നിങ്ങൾ നിൽക്കുമായിരുന്നു, നിങ്ങൾ എന്താണ് ചെയ്തത്? ക്യാ കർ രഹാ താ, അവർ കോയി നഹീ താ എന്ന് ഹിന്ദിയിൽ പറഞ്ഞപ്പോൾ ഇവൻ പറയുകയാണ്,
എനിക്ക് ഒരു ടെൻഷനിൽ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. അതായത് അതുകൊണ്ടായിരുന്നു ഞാനങ്ങനെ പിന്നെ യാത്ര ചെയ്ത് വന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടല്ലോ. അപ്പം അദ്ദേഹം പറയുന്നു, അത് വെറുതെ ഞാൻ നോക്കിയെന്നാണ്. പക്ഷേ ഇദ്ദേഹമാണ് പണം എടുത്തതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇവരുടെ ഈ പോക്കറ്റടിക്കാരുടെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അവർ അപ്പോൾ തന്നെ അത് ഇവർ ഒറ്റയ്ക്കായിരിക്കില്ല, 1 2 3 പേര് കാണും ഒരു ട്രെയിനിൽ. അപ്പോൾ അത് പാസ് ചെയ്ത് അവരുടെ കയ്യിലേക്ക് പോകും. പിടിക്കപ്പെട്ടാൽ നമുക്കൊന്നും തെളിയിക്കാൻ ഒക്കില്ല. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് യാചകരുടെ കാര്യം. മുംബൈയിൽ ഞാൻ എൻ്റെ കസിൻ ബ്രദർ ഇദ്ദേഹം പറയുന്ന ഫ്ലാറ്റിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവർക്കൊരു സംഘടനയുണ്ട്. അതായത് നമ്മൾ ഒരു പൈസ പോലും മുടക്കണ്ട, ടിക്കറ്റ് എടുക്കേണ്ട, യാത്ര ചെയ്യുക. നിങ്ങളെ പിടിച്ചാൽ കയ്യിൽ പണം കരുതിക്കൊള്ളുക. ആ പണത്തിൽ എത്ര ഫൈൻ അടച്ചാലും ആ പണം കൊടുത്താൽ, രസീത് കൊടുത്താൽ ഇവരുടെ അസോസിയേഷനിൽ ആ പൈസ റീഫണ്ട് ഇവർക്ക് കിട്ടും. അപ്പോൾ ടിക്കറ്റ് എടുക്കാതെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഓരോ വലിയ വലിയ സിറ്റികളിലെ യാചകരുടെ അതുപോലുള്ള മോഷ്ടാക്കളുടെയും ഒക്കെ രീതികളെന്ന് പറയുകയാണ്. അപ്പം ഇവർക്കൊക്കെ കിട്ടുന്ന പണം എന്ന് പറയുന്നതിൻ്റെ ഒരു വിഹിതം ഇവരവിടെ കൊണ്ടു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് മന്ത്ലി ഒരു ഷെയർ അവിടെ കൊണ്ടു കൊടുക്കുക. ഈ അസോസിയേഷനിൽ ഇത് മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഈ അസോസിയേഷൻ ചെയ്തു കൊടുക്കും ഈ യാചകരുടെ. അപ്പം ഇവർ പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവരെ പീഡിപ്പിക്കപ്പെട്ടു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ അറിയിച്ചാൽ അതിനുള്ള നിയമസഹായം അല്ലെങ്കിൽ പണസഹായം എല്ലാം അവരെത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യത്തോടുകൂടി നടന്നു പോകുന്ന കാര്യങ്ങളാണ് ലോകത്ത്. മുംബൈ എന്ന് പറയുന്ന ഒരു ജീവിതം തന്നെ നമ്മൾ പലതും പഠിക്കാനുണ്ട്. നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു വലിയ മഹാനഗരമാണ് മുംബൈ. മുംബൈ ജീവിച്ച ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമുക്ക് ലോകത്ത് ഏത് കോണിലും ജീവിക്കാമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ ഗോവിന്ദച്ചാമി അഥവാ ചാർലി തോമസ് എന്നയാളുടെ കഥ പറഞ്ഞു വന്നപ്പോൾ ഇത് പറയേണ്ടി വന്നത്. അപ്പം ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ ഒരു ഏട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അറിയുന്ന നമ്മൾ കാണുന്ന കാര്യങ്ങളൊന്നും അല്ല ലോകത്ത് നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായ അന്നത്തെ ആളൂർ എന്ന വക്കീൽ കാരണം ഇദ്ദേഹത്തിന് വധശിക്ഷ റദ്ദാക്കി ജീവപര്യന്തമായി കിട്ടിയെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് എത്രയായിരിക്കുമെന്ന് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ആരാണ് ഡീൽ ചെയ്യുന്നത്? എന്തായാലും ഒരു ജയിലിൽ ബിരിയാണി ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കുവാൻ സന്നദ്ധരായില്ല എന്ന് പറഞ്ഞ് നിരാഹാരം ഇരിക്കുകയും എന്നും ബിരിയാണി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തായാലും ക്രിമിനൽ ആണെങ്കിലും അങ്ങനെ ജീവിച്ചു പോകുന്ന അങ്ങനെ വലിയ കൊടും ക്രിമിനലുകൾ തൊട്ട് വലിയ വലിയ സാഹസികരായ ക്രിമിനലുകളെയൊക്കെ നമുക്കറിയാം. ചാൾസ് റോബിൻസൺ തൊട്ട് ഇങ്ങോട്ട് ഇവരുടെയൊക്കെ ജീവിത രീതി എല്ലാവരും പഠിക്കേണ്ടിയ വിഷയങ്ങളാക്കണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. എന്തായാലും വേടൻ്റെ പാട്ടുകളും അല്ലെങ്കിൽ വേടനെക്കുറിച്ചുള്ള കാര്യങ്ങളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എത്രയോ കാര്യങ്ങൾ ഇനി ഏതെല്ലാം സിലബസിൽ ഉൾപ്പെടുത്തും എന്ന് നമുക്ക് നോക്കിക്കാണാം. ഇത് ആരെയും വേദനിപ്പിക്കാനോ ഒരു രാഷ്ട്രീയ കണ്ടൻറ്റോ അങ്ങനെയൊന്നുമല്ല. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. ജയ് ഭാരത് മാതാ.